എടാ സുരേഷ്, ലോകത്താദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കണ്ടന്റ്. പിണങ്ങിപ്പോയ ഭാര്യയിലെടുക്കെ രണ്ടാം കല്യാണം വിളിക്കാനെത്തുന്ന ഭർത്താവ്. നീ നോക്കിക്കോ, എന്റെ കല്യാണക്കാരൻ കേൾക്കുമ്പോ ഇവൾ ഇവിടെ കടന്ന് കരഞ്ഞ് ഇവിടെ കണ്ണീന്ന് ചോര വരും. ആ ചോര ഞാൻ ബ്ലഡ് ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് ഫ്രൂട്ടി മേടിച്ചു കുടിക്കും. ഇവിടെ ആരും ഇല്ലാതെ താണ്ടാ. പിന്നെ നീ ആരാന്നാ വിചാരിച്ചേ? ചത്തുപോയ നിങ്ങളുടെ അപ്പൂപ്പനായിരിക്കും. എങ്ങനെയാണ് എന്റെ അപ്പൂപ്പൻ നിന്റെ അടുക്ക വരുന്നേ? കർമ്മം ചെയ്യാൻ നേരം എല്ലാരും പൂട്ടപ്പോ നീ കമ്മ്യൂണിസ്റ്റ് പച്ചലല്ലോടി വാരി എറിഞ്ഞത്. ആ അപ്പൂപ്പൻ ഇവിടോ പച്ച പിടിച്ചില്ല, അവിടെയും ചെന്ന് പച്ച പിടിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാ. നിനക്ക് എന്റെ അപ്പൂപ്പനെ പറ്റി അറിയാത്തോണ്ടാ. തീ വിഴുങ്ങുന്ന അത്ഭുത മനുഷ്യനായിരുന്നു. എന്നാലും വലിച്ചോണ്ടിരുന്ന വീട് വിഴുങ്ങിയതാന്ന് പറയും. ഇത്രയൊക്കെ ആയിട്ടും തന്തേ ഭാരതിനെക്കാട്ടി നീളമാണല്ലോ നിന്റെ നാക്കിന്. തന്തേ ഭാരത് അല്ലടോ, വന്ദേ ഭാരത്. അതുപോലും പറയാൻ അറിഞ്ഞൂടാ. ഞാൻ നിന്റെ തന്ത ഭാരതന്റെ കാര്യ പറഞ്ഞു. പെരക്കകത്ത് കയറി ഒന്ന് തന്തയ്ക്ക് വിളിച്ചോണ്ടല്ലോ. നിക്കറിട്ടിട്ടില്ല, അല്ല ഞാൻ പെരപ്പുറത്ത് കയറി വിളിച്ചു. നാണമുണ്ടോടോ തനിക്ക്? ഈ ഷർട്ടും മുണ്ട് ഉണക്കാൻ ഇട്ടേക്കുന്നതല്ല. ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ഞാൻ വിളിക്കാൻ വന്നതാ. വിളിക്കാൻ വന്നത് ഞാൻ വരികയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്നതിന്റെ അന്ന് തന്നെ നിങ്ങളുടെ വീട്ടിന്റെ അപ്പുറത്തെ ഉഷ എന്നോട് എണ്ണി പറഞ്ഞ് നിങ്ങൾ ഏതൊക്കെ പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടെന്ന്. കൂടി വന്ന അവൾ ഒരു 5 പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു കാണും. എന്താ അവക്ക് 5 വരെ എണ്ണ അറിയത്തുള്ളൂ. ആരായി പറയുന്നേ? 2 എഴുതി വെച്ചിട്ട് ഇത് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താറാവെന്ന് പറയുന്ന കളക്ടറായി. എന്നെ കൂടുതൽ കളിയാക്കാണ്ടല്ലോ. ആ കളിയാക്കൂടോ, ഞാൻ കളിയാക്കിയ എനിക്ക് എന്താ കുഴപ്പം? എനിക്ക് എന്താ കുഴപ്പം? ഒരു വഴക്ക് പോലും മീറ്ററിൽ പറയുന്നില്ല. ഇവളോടൊക്കെ നിന്റെ അയൺ ബോക്സ് അച്ഛനില്ലയോ? അയാളെ ഇങ്ങോട്ട് വിളിച്ചേ. അയൺ ബോക്സോ? പിന്നെ നിന്നെ പോലെ എഴുതി എനിക്ക് കെട്ടിച്ചെന്ന് എന്നെ തേച്ചവനെ പിന്നെ ഞാൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് വിളിക്കണം. ഓ ഇങ്ങോട്ടൊന്ന് വന്നേച്ചതേണ്ട ഇയാൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ഇനി ഞാനും കൂടി അങ്ങോട്ട് വന്നിട്ട് ഓവർലാപ്പ് ആക്കാനാണോ? അച്ഛ ഒന്നിങ്ങോട്ട് വാ. ആഹാ, കരിമോനെ. കരിമീനാണെങ്കിൽ എടുത്ത് വെച്ചങ്ങ് തിന്ന്. കരിമോൻ. എന്റെ ഈ ഇതുപോലെ മീറ്റർ ധരിക്കുന്ന കുടുംബത്തിലാണല്ലോ ഞാൻ വന്ന് കയറിയത്. നിങ്ങൾ മീറ്ററിന്റെ കാര്യത്തിൽ പല വിഷയവും ഉണ്ടാവും. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ നീ ഇപ്പോഴും ലീഡിങ് ആർട്ടിസ്റ്റാ. അതൊക്കെ പണ്ട്. ഇവളെ ഇനി നാട്ടുകാർ പറയാൻ പോന്നേ ഉള്ളു. ഞാൻ ഇനി നാട്ടുകാരുടെ മുന്നിൽ എക്സ്. എടാ, ഈ വാശിപ്പുറത്ത് കാണിക്കാൻ പറ്റുന്ന പരിപാടിയാണോടാ ഇത്? അച്ഛൻ ഉദ്ദേശിച്ചല്ല, ഇത് മുൻ ഭർത്താവ്. ഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ ഇവനെ കുളിരല ഗ്രൂപ്പിൽ കാണേണ്ടി വന്നേനെ. എടി, അത് നേരിട്ട് അങ്ങോട്ട് ചോദിച്ചാ പോലെ എന്തിനായിട്ട് വലിക്കുന്നത്? ലാഗടിക്കുന്നില്ല, പറയാം. വിളിക്കാൻ വന്നതാ. ഒരു സുപ്രഭാതത്തിൽ നീ ഇവിടെ പെണ്ണ് കാണാൻ ഇവിടെ വന്നു. മറ്റൊരു സുപ്രഭാതത്തിൽ നീ ഇവിടെ കല്യാണം കഴിച്ചു. വേറൊരു സുപ്രഭാതത്തിൽ നീ അവളെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നത് നിന്നോടാണ്. എന്തോ അച്ഛാ? എടാ, അച്ഛൻ ഇപ്പൊ എത്ര സുപ്രഭാതം പറഞ്ഞടി? ഡയലോഗില്ലെന്ന് വെച്ച് ഈ സുപ്രഭാതം വെച്ച് ഇങ്ങനെ മെഴുക്കേണ്ട കാര്യമല്ലോ. ഈ സുപ്രഭാതത്തിൽ ഇവൻ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്റെ പൊന്നു മോള് ഇവന്റെ കൂടെ തന്നെ അങ്ങോട്ട് പൊക്കോ. അച്ഛൻ എന്താ പറഞ്ഞോണ്ട് ഈ പറയുന്നേ? ഇയാള് കാല് മാറിയാ? ആണോടാ, നീ കാല് മാറുവോടാ? എന്റെ അച്ഛാ, തീർന്നിക്ക് നിക്കലെടുത്തിട്ടപ്പോ കാല് മാറിപ്പോയതാ. ഇതൊക്കെ ഇത്ര വലിയ കുടുംബ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അച്ഛ അതാണോ പറഞ്ഞത്? ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന്റെ അന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ ഇയാള് ഒരു വടിയും 3 കൊടിയായിട്ട് നിക്കുന്ന അച്ഛാ. എന്തിനാണ് ഒരു വടിയും 3 കൊടിയൊക്കെ ആയിട്ട് നിന്നത്? ഏത് പാർട്ടിക്കാരാ ജയിക്കുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ജയിക്കുന്ന പാർട്ടിയുടെ കൊടി കൊണ്ട് പോകാൻ നിന്നതാ. എന്നിട്ട് നീ കൊടി കൊണ്ട് പോയോ? ഞങ്ങളുടെ പാർട്ടി സ്വതന്ത്രനാ ജയിച്ചേ. എന്നിട്ട് ഒന്നുമില്ലാതെ പോയി. കൊടിയില്ലാതെ പോയെന്ന്. കൊറേ നാളായി നിങ്ങൾ തമ്മിലെ പ്രശ്നം തുടങ്ങിയിട്ട്. സത്യത്തിൽ ഈ സുപ്രഭാതത്തിൽ ഈ അച്ഛനോട് പറ, എന്താ നിങ്ങളുടെ വിഷയം? പല പ്രശ്നമുണ്ട്. പല വിഷയം ഉണ്ടാക്കി ഇവിടെ എന്നെ യക്ഷിയാണോ? യക്ഷിയെക്കാട്ടി യക്ഷിക്ക് പിന്നെ ഒരു മനസാക്ഷിയുണ്ട്. എന്റെ അച്ഛാ, വീട്ടിൽ സാമ്പാർ വെച്ചാ ഇവള് കിഴങ്ങിടത്തില്ല. അത് നീ ഉള്ളത് കൊണ്ടാ. അപ്പൊ ഇവിടെ കിഴങ്ങറി വെക്കുന്നത് അച്ഛനുള്ളത് കൊണ്ടാന്നോ? എന്റെ അച്ഛ ഇയാള് ഹണിമൂണാന്ന് പറഞ്ഞോണ്ട് എന്നെ കൊണ്ട് നിർത്തിയത് ബിവറേജിന്റെ മുന്നിലാച്ചാ. മെനക്കെട്ട പണിയാണോ സുകുമാരാ നീ കാണിച്ചത്? എന്റെ അച്ഛാ, ഞാൻ ഇവളോട് ചോദിച്ചു ഹണിമൂൺ നിനക്ക് ഇഷ്ടമുള്ളത് എവിടാ പോകണ്ടേന്ന്. അപ്പൊ അവള് പറഞ്ഞു ചേട്ടൻ ഇഷ്ടമുള്ളത് പോകാൻ. എനിക്ക് ബിവറേജിൽ പോകാനാണ് ഇഷ്ടം. ഞാൻ അവളെ കൊണ്ട് നിർത്തി. അപ്പൊ മോളെ, ഇനി സാമ്പാർ വെക്കുമ്പോഴേ ഈ കിഴങ്ങെടുത്ത് അതിനകത്ത് ഇട്ടാ മതി. എന്റെ അച്ഛ, ഇത് മാത്രം ഒന്നും അല്ല പ്രശ്നം. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ, ഇയാള് പണിക്ക് പോയിട്ടുണ്ടോന്ന് അച്ഛനൊന്ന് ചോദിച്ചേ. അത് ശരി, ഇവിടെ എന്നെ പോലെ ഞാൻ മാത്രം മതി, വേറൊന്നും പറയാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്താണ് നീ പണിക്ക് പോകാത്തത്? അതിനും കാരണം ഇവളാ. എന്താ? കല്യാണം കഴിഞ്ഞപ്പോ ഇവൾ എന്നോട് പറഞ്ഞു ചേട്ടൻ കുടിച്ചോ പക്ഷെ വലിക്കരുതെന്ന്. അവള് നല്ലൊരു കാര്യമല്ലേടാ പറഞ്ഞത്. എന്തോ നല്ല കാര്യം? കിണറ് പണിക്കാരോടെ കയറുപോലിയായിരുന്നു എന്റെ ജോലി. അതോട് ഞാൻ വലിയ അങ്ങ് നിർത്തി. കുടിയുണ്ടേ, എന്നാ ഒരു പൈൻ്റ് അങ്ങ് എടുത്താലോ? ഇന്നലെ കൂടെ കള്ളു കുടിച്ചിട്ട്
ആ ഉഷ എന്നോട് വിളിച്ചു പറഞ്ഞു ഒരമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് എന്റെ കൂടപ്പറപ്പാ ഉഷ, അല്ലയോ അച്ഛാ? നീ എന്തിനാ എന്നെ സംശയത്തോടെ നോക്കുന്നത്? ഞാൻ ഒരു ഉപമ പറഞ്ഞതല്ലേ. എന്തായാലും ഉഷ പറയത്തില്ല. ആര് പറഞ്ഞു ഉഷ പറയത്തില്ലെന്ന്? ഉഷയും പറയും, ഉഷയുടെ മാമിയും പറയും. പണ്ടേ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് കള്ളു കുടിച്ചെന്ന് കള്ളത്തരം പറഞ്ഞതാ ഉഷയുടെ മാമി. അച്ഛൻ കള്ളു കുടിക്കുമല്ലോ. അയ്യോ, കള്ളു കുടിച്ചെന്നല്ല, ഞാൻ ജോലിക്ക് പോയെന്ന് കള്ളത്തരം പറഞ്ഞതാ. എന്തായാലും എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ പറയാനുണ്ട്. അതന്തസ്. എന്തായാലും വലിഞ്ഞു കയറി വന്നതല്ലേ, അവന് കഴിക്കാനുള്ള എന്തെങ്കിലും നീ എടുത്ത് വെച്ച. ആരാ അവിടെ ഓട്ടോക്കകത്ത് വന്നിറങ്ങിയത്? ഓട്ടോ അല്ല, അവിടെ പെട്ടിവണ്ടി ചാറ്റായതാ. ഓ, നീ എന്റെ കൊച്ചിനെ കൊണ്ട് ചോറടുപ്പിക്കുവാടാ. അയ്യോ, ആണ്ടതേ അളിയൻ വന്നേക്കുന്നു. വെട്ടിയോട്ടയിലോ? അല്ലെന്ന്, ഇവക്കൊരു അമ്മാവനുണ്ടായിരുന്നു, ഞങ്ങളുടെ അളിയൻ. അടിയൻ നാടൻ പാട്ട് കലാകാരനായിരുന്നു. അടിയൻ മരിച്ചതിന് ശേഷം അളിയന്റെ ബാധ ഇവളുടെ ദേഹത്ത് ഇടയ്ക്കിടയ്ക്ക് കയറും. ഇതെന്നാ പ്രശ്നം? വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയുമ്പോ ഈ വാദം വന്ന് ഇവിടെ ദേഹത്ത് കയറും. അതെ, അച്ഛനറിയാവോ? ഓ, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. നീ അങ്ങനെ പറയട്ടെ, കല്യാണത്തിന്റെ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞ ഇവളുടെ ദേഹത്ത് ബാധ കയറുന്ന കാര്യം അന്ന് എനിക്ക് ബോധം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറെ ഉണ്ടല്ലോ. ഓ, ഈ ഗോപിയുടെ നാടൻപാട്ടിനെ പറ്റി നീ ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അത് ശരിയാ കേട്ടോ. നാടൻപാട്ട് ഗോപിയാ. അതെന്താ പറ്റി? സാധാരണ നാടൻപാട്ടുകാർ കോറസുമായിട്ടല്ലേ പരിപാടിക്ക് പോകുന്നത്. എന്റെ അളിയൻ ടോറസും വിളിച്ചോണ്ടാ പോകുന്നത്. നാട്ടുകാരെറിയുന്ന കല്ലും കട്ടയൊക്കെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ശരി, ആളിയൻ വീടിന്റെ പണി അങ്ങ് തീർത്ത്. ഓ, നീ ഇവനെ പറഞ്ഞു വിടില്ലേ? ആദ്യം ആളിയൻ ഇവിടുന്ന് ഒന്ന് പോ. അച്ഛ, ഇയാളെ ഒന്ന് പറഞ്ഞു വിടല്ലേ? ശരി മോളെ, ഇവളിപ്പോ അച്ഛാന്നല്ലേ വിളിച്ചത്? അച്ഛാന്നാണോ വിളിച്ചത്? അല്ലല്ല, ഇവളിപ്പോ അച്ഛനാ വിളിച്ചത്. അന്നാ അളിയന്റെ അച്ഛാന്നായിരിക്കും. വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഇത് മൊത്തം ഇവിടെ കള്ളത്തരമാ. ജോലി ചെയ്യാൻ വയ്യാത്ത ഇവള് കാണിക്കുന്ന കുറെ അഭ്യാസങ്ങളായത്. എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. സംശയമില്ല, ഉറപ്പിക്കാം. നാടൻപാട്ടുകാരനല്ലയോ? ഒരു നാടൻപാട്ട് പാടിക്കും. അയ്യോ, എന്നോടല്ല, അളിയനോടാ പാടാൻ പറഞ്ഞത്. ആ മണിച്ചേട്ടന്റെ വരത്തിന്റെ പോന്നുള്ള പാട്ടില്ലേ, അതുകൊണ്ട് പാടി കേൾപ്പിക്കും. ഇനി ഇവിടെ അഭ്യാസം കാണിച്ചാൽ ആ പോയ അമ്മാനെടുക്കാൻ ഇവിടെ പറഞ്ഞു വിടും. ഒരു വരട്ടച്ചൊറിയാ മോളെ. എന്റെ പൊന്നു, എനിക്ക് എന്താ സംഭവിച്ചത്? എന്റെ പൊന്നു മോളെ നല്ലൊരു നാടൻ പാട്ട് ഇവിടെ പാടി. വിഷല് സൂപ്പറായിരുന്നു, പക്ഷെ പാട്ട് തോൽവിയായി. എന്തായാലും അവൻ നിന്നെ വിളിക്കാൻ വന്നതല്ലേ, നീ അവന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് പോ. ആര് വിളിക്കാൻ വന്നു? നീ ഇവിടെ വിളിക്കാൻ വേണ്ടി വന്നതല്ലേ? ഞാനിവിടെ വിളിക്കാൻ വന്നൊന്നുമല്ല, പിന്നെ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. ആണ്ട്രി, ഇവൻ വേറെ കെട്ടാൻ പോണെന്ന്. എന്റെ അച്ഛ, ഇയാള് പുതിയ നമ്പരും കൊണ്ട് വന്നേക്കുവാ ഞാൻ കൂടെ ചെല്ലാനായിട്ട്. കല്യാണം വരുന്നെങ്കിൽ ഉഷ എന്നെ വിളിച്ചു പറയത്തില്ലയോ അച്ഛാ? ഉഷ മാത്രല്ല, ഉഷയുടെ മാമിയും വിളിച്ചു. വണ്ടി ഷെഡിൽ കയറായടാ, ഇനി അങ്ങ് നിർത്തരുത്. പെട്രോൾ തീരുന്ന വണ്ടിയാണെങ്കിൽ ചോക്ക് വലിച്ചൊന്ന് ഓടിക്കാൻ ആരായാലും കൊതിച്ചു പോകത്തില്ലടാ. എന്തായാലും ഉഷ പറയത്തില്ല. ഉഷ പറയത്തില്ല, നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? ആ ഉഷയാ ഞാൻ കെട്ടാൻ പോകുന്നത്. അപ്പൊ ഉഷ വിഷമായിരുന്നോ? ആ വിഷം ഞാൻ കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. എന്തിനാണ് വിഷം നിന്ന് ആത്മഹത്യ ചെയ്യണത്? ഈ കൊലപാതകത്തിനെക്കാൾ നല്ലതാ ആത്മഹത്യ. ഉഷയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്ക് എന്താ എത്ര നിർബന്ധം? എന്റെ കുറ്റം മൊത്തം നിന്നോട് പറഞ്ഞതിനുള്ള പ്രതികാരത്തിന് ഞാൻ ഉഷയെ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്റെ സുകുമാര, ഇതൊക്കെ ഒരു പ്രതികാരമാണോടാ? നിന്നെ പോലെ ഞാൻ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ട് ഉഷയുടെ മാമിയും കുഞ്ഞമ്മയും വല്യമ്മയൊക്കെ ഈ വീട്ടിൽ നിന്നേനെ. സുപ്രഭാതം, ശുഭരാത്രി. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രവീൺ ചേട്ടനെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വേറെ ടീമുമായിട്ട് കാണുന്നത്. ഇങ്ങോട്ടേക്ക് പോയതാണോ അത് ഇവർ ഇങ്ങോട്ടേക്ക് വന്നാണോ? ഇത് എന്നാ സംഭവം? ഞാൻ വിളിച്ചായിരുന്നു. ആണ്, അടിപൊളി. നിങ്ങളെ കണ്ടിട്ടും കുറെ ആയല്ലോ. എവിടെയായിരുന്നു? ഇടയ്ക്ക് അളിയൻ ഒരു സർജറി ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് നിന്നോണ്ടാണ് പിള്ളേരൊക്കെ തീർച്ചയായിട്ടും. ചേച്ചി, ഇവര് രണ്ടുപേരും എനിക്ക് സഡൻലി ഓർമ്മ വന്ന ഫസ്റ്റ് ടൈം ഇവര് വന്നപ്പോ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഇവർ വന്നത്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഐ റിയലി ലൈക്ക്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ടൈറ്റ് ആണ്, വാട്ടർ ടൈറ്റ് ആണ് എപ്പോഴും. സോ ഇഷ്ടമുള്ള സ്കിറ്റ് അല്ലേ? ആദ്യത്തെ നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ ആദ്യം ഒരു ഉഷയെ കാണിച്ചിട്ട് അവസാനം ഉഷയാണ് കെട്ടുന്നത്. സിനിമാറ്റിക് സ്കിറ്റ്. അതെ, നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. പ്ലേ അടിപൊളിയായിരുന്നു. രണ്ടുപേരും ഭാര്യയും ഭർത്താവും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ കൗണ്ടേഴ്സിനൊക്കെ എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പണം മുഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ 32,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ശ്വേത ചേച്ചി. യെസ്,
ക്രെഡിറ്റ് ആയി സന്തോഷായില്ലേ സന്തോഷമായി. കോമഡി